ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദേശീയപാത നെല്ലായി കൊളത്തൂരിൽ ബസ്സിടിച്ച് കാർ യാത്രക്കാരനായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ ക്രിസ്റ്റി, ഭാര്യ നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത നെല്ലായി കൊളത്തൂരിൽ ബസ്സിടിച്ച് കാർ യാത്രക്കാരനായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ 54 വയസ്സുള്ള ക്രിസ്റ്റി, ഭാര്യ 46 വയസ്സുള്ള നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ 64 വയസ്സുള്ള ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 കൊളത്തൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. പെട്ടെന്ന് ബ്രേക്കിട്ട ചരക്ക് ലോറിയിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയ കാറിന് പുറകിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചു കയറി. ലോറിക്കും ബസ്സിനും ഇടയിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും കൊടകര പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് 3/4 മണിക്കൂറോളം ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 2:30 സംഭവം നടന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ രതീഷാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. ചില്ലറ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് കരുവന്നൂർ സ്വദേശിയായ 68 വയസ്സുള്ള പവിത്രൻ മർദ്ദനത്തിന് ഇരയായത്. ഇദ്ദേഹം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറക്കുകയും അദ്ദേഹത്തെ തള്ളി താഴെയിടുകയുമായിരുന്നു എന്നാണ് മകൻ പറയുന്നത്. അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത്. രാജര അവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ പോകുന്ന ശാസ്ത ബസ്സിലാണ്. അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഇപ്പോൾ ഡോക്ടറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ 4 സ്റ്റിച്ച് ഉണ്ട്, സ്പൈനൽ കോഡിൽ ചതവുണ്ട്. അപ്പോൾ അതൊരു ഓപ്പറേഷന് വേണ്ടി വരും, അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോകും. ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ആ സർജറിക്ക് വേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ. അവിടെ ആൾക്കാർ ഈ കണ്ടക്ടർ പോയി പിടിച്ചില്ലെങ്കിൽ ആൾ കൊന്നേനെ അച്ഛന്. ആ ശ്രീശാസ്ത്ര ബസ്സും അതിലെ ആ കണ്ടക്ടറും അവർ കൊല്ലണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് അവിടെ ബസ്സുകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ പവിത്രൻ കല്ലിൽ തലയിടിച്ചു വീണു. തുടർന്ന് കണ്ടക്ടർ വീണ്ടും അയാളുടെ തല കല്ലിൽ പിടിച്ച് ഇടിക്കുകയായിരുന്നുവെന്നാണ് മകൻ പറയുന്നത്. സംഭവം കണ്ട് നാട്ടുകാർ ഓടിക്കൂടി കണ്ടക്ടറെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ ആദ്യം ഇരിഞ്ഞാലക്കുട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായിരുന്നതിനാൽ അവിടെ നിന്നും എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. തലയിൽ തുന്നിക്കെട്ടലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പരിക്ക് ഗുരുതരമായതിനാൽ അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷന് ശേഷം സ്ഥിതി മെച്ചപ്പെടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 14-ന് അദ്ദേഹത്തെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. നിലവിൽ രതീഷ് റിമാൻഡിൽ കഴിയുകയാണ്. സംഭവത്തിന് ശേഷം പോലീസ് ബസ് പിടിച്ചെടുക്കുകയും രതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിൽ പോവുകയായിരുന്നു.
അന്ന് കൊലപാതക ശ്രമത്തിനായിരുന്നു റിമാൻഡിൽ പോയതെങ്കിൽ ഇപ്പോൾ ഈ സംഭവത്തോടെ കൊലപാതക കുറ്റം ചുമത്തുമെന്നാണ് അറിയുന്നത്. സ്വകാര്യ ബസ് ജീവനക്കാരന്റെ മർദ്ദനത്തിൽ വയോധികൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരിക്കുന്നത് ദാരുണമായ സംഭവമാണ്. തുടർ നടപടികൾ സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മീഡിയ ടൈം, തൃശൂർ. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. 4/2024 സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റും ഡ്രൈവിംഗ് പരിശീലനവും ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിക്കുന്നത്. കൂടിയാലോചനകൾ ഒന്നുമില്ലാതെ മന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആരോപിക്കുന്നത്. അടിമുടി മാറ്റം വരുത്തിയുള്ള പരിഷ്കാരങ്ങൾ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും മാറ്റങ്ങളോടെയാകും ടെസ്റ്റ് നടത്തുക. വിഷയത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം ഇന്ന് ആരംഭിച്ചു. ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതും 15 വർഷത്തിൽ അധികം പഴക്കമുള്ളതും വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവുമാണ് ഡ്രൈവിംഗ് പരിശീലകരെ പ്രധാനമായും ചൊടിപ്പിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ ആരംഭിച്ച സമരം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന സെക്രട്ടറി G. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CS അനിൽ, സേവ്യർ, PA ബൈജു, PB സുമി, ജയദേവൻ, അനന്തപത്മനാഭൻ, അഖിൽ പൊന്നൂസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർ ദിവസങ്ങളിലും പണിമുടക്ക് തുടരാനാണ് യൂണിയൻ തീരുമാനം. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി ആറാട്ടുകടവിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനൽ ചൂടകറ്റാനായി വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇവിടെ കുളിക്കാനായി എത്തുന്നത്. തടയണയ്ക്ക് സമീപവും ക്ഷേത്രത്തിന് സമീപത്തെ കുളക്കടവിലുമാണ് ഇവിടെ എത്തുന്നവർ കുളിക്കാൻ ഇറങ്ങുന്നത്. ഈ ഭാഗങ്ങൾ സുരക്ഷിതമാണെന്ന് കരുതി പലരും പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതും പതിവ് കാഴ്ചയാണ്. പാറക്കെട്ടുകൾക്കിടയിലുള്ള വൻ ഗർത്തങ്ങളിൽ പതിച്ച് അപകടത്തിൽപ്പെടുന്നതും സ്ഥിരക്കാഴ്ചയാണ്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 പേരാണ് ഇവിടെ മുങ്ങി മരിച്ചത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നവരും നിരവധിയാണ്. ദിവസങ്ങൾക്ക് മുൻപ് കുളിക്കുന്നതിനിടയിൽ പുഴയിൽ മുങ്ങിപ്പോയ യുവതിയെ നാട്ടുകാരാണ് കരക്കെത്തിച്ചത്. അപകടങ്ങൾ പതിവായിട്ടും ഇവിടെ കുളിക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള മുഴുവൻ സമയങ്ങളിലും ഇവിടെ കുളിക്കാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപകടങ്ങൾ പതിവായിട്ടും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയില്ലെന്നാണ് ആരോപണം. അപകടങ്ങൾ ഒഴിവാക്കാൻ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ ഒരുക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെതാണ് തീരുമാനം. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. അതേസമയം വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല. പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ സർക്കാർ ബോർഡിന് നിർദ്ദേശം നൽകി. അടുത്ത 15 ദിവസം കൂടി വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന രക്ഷാസേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മാള അഷ്ടമിച്ചിറയിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കി കർഷകൻ. 1/2 ഏക്കർ പാടത്ത് 4500 സൂര്യകാന്തി ചെടികളാണ് പൂവിട്ട് നിൽക്കുന്നത്. അഷ്ടമിച്ചിറ കൈതാരൻ വീട്ടിൽ ചന്ദ്രൻ സുഹൃത്തിൻ്റെ നിന്നുമാണ് സൂര്യകാന്തി ചെടിയുടെ വിത്ത് വാങ്ങി കൃഷി ചെയ്തത്. ആദ്യമായാണ് സൂര്യകാന്തി കൃഷി ചെയ്ത് വിളയിച്ചതെന്ന് ചന്ദ്രൻ പറയുന്നു. മാളയിലെ മണ്ണ് സൂര്യകാന്തിക്ക് അനുകൂലമാണോ എന്നും ഇവിടെ എത്രമാത്രം ഈ കൃഷി വിജയിക്കുമെന്നും അറിയാനുള്ള കൗതുകമാണ് സൂര്യകാന്തി കൃഷി എന്ന പരീക്ഷണത്തിലേക്ക് ചന്ദ്രനെ നയിച്ചത്. പാടത്ത് ചെയ്തിരിക്കുന്ന പൊട്ടുവളരി കൃഷിക്കൊപ്പമാണ് സൂര്യകാന്തിയും വളർത്തിയിരിക്കുന്നത്. യാതൊരുവിധ രാസവളമോ കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി വിജയിച്ചതിലുള്ള സന്തോഷത്തിലാണ് ചന്ദ്രൻ.
വിത്ത് നട്ട് ഏകദേശം 60 ദിവസങ്ങൾ കൊണ്ട് ചെടികൾ പൂവിട്ടതായി ചന്ദ്രൻ പറയുന്നു. ഞാൻ ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയൊരു കൃഷിയെന്ന് നോക്കി ഇതിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സൂര്യകാന്തി നല്ല രീതിയിൽ നിൽക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കണക്കൂട്ടിൽ വിത്ത് വരുത്തി നമ്മൾ ചെയ്തതാണ്. നമ്മുടെ സുഹൃത്താണ് വിത്ത് തന്നത്, കുത്തിക്കൊള്ളാൻ പറഞ്ഞ്. അങ്ങനെ കുത്തി നോക്കിയതാണ്. പക്ഷെ നല്ല വിജയമായിരുന്നു. നമുക്ക് നനയും കുറവ് മതി, മറ്റുള്ള കീടങ്ങളൊന്നും വരുന്നില്ല, ഒരു കേടുമില്ല. നല്ല വൃത്തിയായി ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് വേനയ്ക്ക്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ വിത്ത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂടുതൽ ചെയ്യാൻ പറ്റും. ഇനി വിലയുണ്ട്, 5000 രൂപയോളം വില വരുന്നുണ്ട് വിത്തിന്, 1 കിലോന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിത്ത് കൂടുതൽ എടുക്കുകയും ചെയ്യാം. എന്നൊക്കെ കണക്കൂട്ടിയിട്ടാണ് ചെയ്തത്. അതായത് ഒരു ലാഭം കണക്കൂട്ടി ചെയ്തതല്ല. ആൾക്കാർക്ക് വരാൻ കാണാം, നമ്മൾ പുറത്ത് പോയി കാണാൻ പോകുന്നത് നമ്മുടെ മരത്ത് കാണാമല്ലോ എന്നുള്ള കണക്കൂട്ടിൽ ചെയ്തതാണ്. വേനൽക്കാലത്തും സൂര്യകാന്തി കൃഷി കാലാവസ്ഥയ്ക്ക് അനുകൂലമായി ചെയ്യാൻ സാധിക്കുമെന്നത് കൃഷിയുടെ നേട്ടമാണ്. ദിവസവും രാവിലെ 6 മുതൽ തോട്ടത്തിൽ സന്ദർശകർ എത്തുന്നുണ്ട്. വിത്ത് ശേഖരിച്ച് വീണ്ടും കൃഷി ചെയ്യാനാണ് ചന്ദ്രൻ്റെ തീരുമാനം. കണ്ണിനും മനസ്സിനും കുളിർമയുമായി വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി തോട്ടത്തിന് നടുവിൽ നിന്നും ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ്, മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. തൃശൂരിൽ കൈക്കുട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കലാകാരി കുഴഞ്ഞു വീണു മരിച്ചു. അരുമ്പൂർ തട്ടാശ്ശേരി ജയരാജിന്റെ ഭാര്യ സതിയാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. അരിമ്പൂരിന് സമീപം കൂട്ടാല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കൈക്കുട്ടിക്കളിക്കിടെയാണ് സതി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ സതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസം ലഭിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന അരിമ്പൂരിലെ സുമിത്ര ഭവനിലെ അംഗമാണ് സതി. തൃശൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 6 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. പൊങ്ങണങ്കാട് സ്വദേശി 37 വയസ്സുള്ള അനീഷാണ് പിടിയിലായത്. മണ്ണുത്തി പട്ടാളക്കുന്നിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം MK കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുമെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പഴയ കഞ്ചാവ് കേസ് പ്രതികളെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അനീഷ് പിടിയിലായത്. നേരത്തെ 2 കിലോ കഞ്ചാവുമായി അനീഷ് എക്സൈസിന്റെ പിടിയിൽ ആയിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കഞ്ചാവ് കച്ചവടത്തിൽ വീണ്ടും സജീവമായ അനീഷ് വാടകയ്ക്ക് വീടെടുത്ത് മാറി മാറി താമസിച്ച് വരികയായിരുന്നു. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ചായക്കടകളിൽ മോഷണം. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെലിപറമ്പിൽ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബജിക്കട, വത്സാലയത്തിന് സമീപം പാലത്തിങ്കൽ അനീഷിന്റെ ജയശ്രീ തട്ടുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. സ്ഥാപനങ്ങളുടെ താഴ് തകർത്താണ് മോഷണം നടത്തിയത്. ബജിക്കടയിലെ ചില്ലറ പെട്ടിയിലും ചാരിറ്റി ബോക്സിലും ഉണ്ടായിരുന്ന 3000-ഓളം രൂപ നഷ്ടപ്പെട്ടു. ജയശ്രീ തട്ടുകടയിൽ നിന്നും 600 രൂപ നഷ്ടപ്പെട്ടു. രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടക്കിണിയൊരുക്കി ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്നുള്ള അതിരപ്പിള്ളി റോഡിൽ മരച്ചിലകൾ വൈദ്യുത കമ്പിയിൽ തട്ടി നിൽക്കുന്നു. അതിരപ്പിള്ളി റോഡിലേക്കുള്ള പ്രവേശന റോഡിൽ വൈദ്യുത ഭവന് സമീപമാണ് അപകടം വിളിച്ചുവരുത്തുന്ന തരത്തിൽ മരച്ചില്ലകൾ വൈദ്യുതി കമ്പിയിൽ തട്ടി നിൽക്കുന്നത്. 11 kV അടക്കമുള്ള വൈദ്യുത കമ്പികൾ ഇതിനു മുകളിലൂടെ കടന്നുപോകുന്നുണ്ട്. തിരക്കേറിയ ഈ റോഡിലാണ് അധികൃതരുടെ അശ്രദ്ധ മൂലം അപകടം പതിയിരിക്കുന്നത്. വലിയൊരു കാറ്റടിച്ചാൽ അപകടം ഉണ്ടാകാം. മരച്ചില്ലകൾ ഉടൻ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിങ്കര SMIMT എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്സ് ഡേ സമന്വയ 2K24 നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകനും 2023 സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവുമായ ജിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ PB രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P ആത്മാറാം, D സുനിൽകുമാർ, SNM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത, TH പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രതീഷ് KP, PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖ ദേവദാസ്, കോളേജ് യൂണിയൻ ചെയർമാൻ അമീൻ ഹാരിസ്,
സ്റ്റാഫ് അഡ്വൈസർ ശ്യാം കുമാർ KS എന്നിവർ സംസാരിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന TV രാഘവന്റെ 11ാം ചരമവാർഷിക ദിനാചരണം നടത്തി. SN പുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സോഫിയ മെഹർ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പൂവത്തുംകടവ് കർഷക ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയ വിവിധ മേഖലകളിലായി 4 പതിറ്റാണ്ടുകാലം പ്രവർത്തിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AS സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK രമേഷ് ബാബു, MS മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AP സുനിൽ, K രഘുനാഥ്, MS നാരായണൻ, മിനി ഷാജി, ഉഷ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ദേശീയപാത നെല്ലായി കൊളത്തൂരിൽ ബസ്സിടിച്ച് കാർ യാത്രക്കാരനായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ ക്രിസ്റ്റി, ഭാര്യ നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.